നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ലോകത്തുള്ള ഓരോ കാര്യങ്ങളും എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പഠിപ്പിച്ചു തന്നത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും. എന്നാൽ അവരിൽ ഭൂരിഭാഗം പേർക്കെങ്കിലും ഇന്ന് പഠിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ള ഒന്നാണ് ടെക്നോളജി. എന്നാൽ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുപോലെ സ്വന്തമായി ക്യാബ് ബുക്ക് ചെയ്യാൻ പഠിച്ച ഒരു അമ്മയുടെ അഭിമാന നിമിഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. കാണാം. एंटर डेस्टिनेशन. ठीक है, करो. डी मार्ट ना? हाँ. डी मार्ट लोकेशन मैप. मिनी बुक मिनी कर देती हूँ. हाँ. रुको रुको, एंटर डेस्टिनेशन करा. हाँ. कहाँ से पिकअप करेंगे वो करा? वो तो उसमें एड्रेस है मेरा. अच्छा. രഞ്ജുഷ രാമകൃഷ്ണൻ ചേരുന്നുണ്ട് തത്സമയം. രഞ്ജു, എന്ത് രസമായിട്ടാണല്ലോ ആ സംസാരം തന്നെ. ലൊക്കേഷനൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ആദ്യമേ കൊടുത്തു എന്ന് വളരെ സിമ്പിളായി പറയുന്നു. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ കൃത്യമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വാട്സപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഒരു ഓഡിയോ എങ്ങനെയാണ് അയക്കേണ്ടത്, സ്റ്റാറ്റസ് എങ്ങനെയാണ് ഇടുന്നതൊക്കെ നമ്മളൊക്കെ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം എത്രത്തോളാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. അപ്പോൾ നമുക്കൊക്കെ കറക്റ്റായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലേ ഇത്. ശരിക്കും ഹിമ, നമ്മളാണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വാട്സപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ്, ഫേസ്ബുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത്തരത്തിൽ ഒരു മകൾ അമ്മയ്ക്ക് ക്യാബ് ബുക്ക് ചെയ്യാൻ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മാലിനിക്ക് ദുനിയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. മകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് അമ്മ ഈ ക്യാബൊക്കെ ബുക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അതിനിടയിൽ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിലല്ലേ ലൊക്കേഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ. അതിൻ്റെ ഇടയിൽ മകൾ പറയുന്നുണ്ട്, പിക്കപ്പ് ചെയ്യേണ്ട സ്ഥലം കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് അതൊക്കെ ഞാൻ ആദ്യമേ കൊടുത്തു എന്നാ. മകള് ഈ ഒരു വീഡിയോയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്തേക്കുന്ന വാചകം വളരെ രസകരമാണ്. അമ്മ ക്യാബൊക്കെ ബുക്ക് ചെയ്യാൻ പഠിച്ചു, ഇപ്പം അമ്മയെ പിടിച്ചാൽ കിട്ടുന്നില്ലെന്നാണ്. നമ്മളും പലപ്പോഴും നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ ഇത്തരത്തിൽ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇപ്പം എല്ലാം അറിയുന്നതുകൊണ്ട് ഇപ്പം നമ്മളെ സഹായം വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. നമുക്കറിയാം, നമ്മളെ ചെറുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാം അറിയിച്ചതും എല്ലാം പഠിപ്പിച്ചതും ഒക്കെ അച്ഛനും അമ്മയൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിലൊന്നും അവർക്ക് അത്ര അറിവില്ല, എന്നാൽ നമുക്ക് അതിലെല്ലാം വളരെയധികം അറിവാണ്. അപ്പോൾ നമ്മളാണ് ഇപ്പോൾ നമ്മുടെ അച്ഛനെയും അമ്മയ്ക്കും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് വീഡിയോ കോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സ്റ്റാറ്റസ് ഇടേണ്ടത്, ഇത്തരത്തിൽ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു 100 ഡൗട്ടുകളാണ്. പക്ഷേ ഈ സംശയങ്ങളൊക്കെ യാതൊരു മുഷിപ്പും കൂടാതെ ഇപ്പോഴത്തെ കാലത്തുള്ള മക്കളൊക്കെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അത്തരത്തിലൊരു സന്തോഷം തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോഴും നമുക്കുള്ളത്. ഈ ക്യാബൊക്കെ ബുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ അമ്മയുടെ മുഖം കാണാം വളരെയധികം സന്തോഷത്തിലാണ്. കാരണം നമുക്ക് അറിവില്ലാത്തൊരു പുതിയ കാര്യം പഠിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്വയം പര്യാപ്തത നേടുകയാണ്. നമുക്ക് വേറൊരാളെ ആശ്രയിക്കാതെ എല്ലാം ക്യാബ് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഓരോ ടെക്നോളജിയും യൂസ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കുകയാണ്. അതൊക്കെ ഏറെ സന്തോഷകരം നൽകുന്ന ഒന്ന് തന്നെയാണ്. എല്ലാ മക്കളും ഇതുപോലെ അച്ഛനും അമ്മയും എല്ലാം പഠിപ്പിച്ചെടുക്കട്ടെ, എല്ലാ ടെക്നോളജികളും അവരും അറിയട്ടെ, അവരും സ്വയം എല്ലാം അതുപോലെ തന്നെ എല്ലാ മക്കളും ഇതുപോലെ ആകണം. അച്ഛനമ്മമാരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് ഇതൊക്കെ സ്വയം പഠിച്ചോളൂ എന്ന് പറഞ്ഞു പോകുന്നതല്ല. അവർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന പോലെ തന്നെ നമ്മൾ അവരെ സ്നേഹത്തോടെ ഒരു കുട്ടിയെ പോലെ കണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതിനാണ് രസം, അതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ശരി രഞ്ജു.